നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. വടകരയിൽ സൈബർ പൂര് മുറുകുകയാണ്. ഇങ്ങനെ ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴയിൽ പക്ഷിപ്പനി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. കുട്ടനാട്ടിൽ എടത്വ, ചെറുതന മേഖലകളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്തൊക്കെ അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അവിടെ? മനീഷ്. ഉന്മേഷ്, ആലപ്പുഴ ജില്ലയിൽ അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചെറുതന, എടത്വ തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുൻപാണ് താറാവ് കൂട്ടത്തോടെ ചത്തത്. പിന്നീട് ഭോപ്പാലിലേക്ക് അയച്ച 3 സാമ്പിളുകൾ, അതായത് ചെറുതനയിൽ നിന്നും എടത്വയിൽ നിന്നും അയച്ച 3 സാമ്പിളുകളും പോസിറ്റീവായി. സാധാരണഗതിയിൽ വേനൽ കടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ സീസണിൽ പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതോടെ ആയിരിക്കും അതിനെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ എഫക്റ്റഡ് താറാവുകളെ നശിപ്പിക്കുന്നതോടുകൂടി അത് കൂടുതൽ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പക്ഷിപ്പനി കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മറ്റന്നാൾ, അതായത് 19-ാം തീയതി കള്ളിംഗ് പ്രവർത്തനം, ഈ എഫക്റ്റഡ് ഏരിയയിലുള്ള 1 കിലോമീറ്റർ പരിധിയിലുള്ള താറാവുകളെ അല്ലെങ്കിൽ പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കും. ഒപ്പം തന്നെ അവിടെയുള്ള മനുഷ്യർക്ക് കൂടി പ്രതിരോധം മരുന്ന് നൽകും. സാധാരണഗതിയിൽ പക്ഷിപ്പനി ഇതുവരെയും മനുഷ്യരിലേക്ക് പടരുന്ന ഒന്നല്ല, അതിലെ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്ന ഒന്നല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പക്ഷിപ്പനി പടരുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കും. നിലവിൽ ഉള്ള സ്ഥലങ്ങൾ, അതായത് അപ്പർ കുട്ടനാട്ടിലല്ലാതെ ലോവർ കുട്ടനാട്ടിലും, അതായത് കൂടുതൽ താറാവ് കൃഷി നടത്തുന്ന കോട്ടയം ജില്ലയിലെ കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ, നീണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സമയത്ത് പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പക്ഷിപ്പനിയെ നിയന്ത്രിച്ചാൽ അത് വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷെ ഇത് ബാധിക്കുന്നത് കർഷകരെയാണ്. ഇത് പക്ഷിപ്പനി കൂടുതൽ വ്യാപിപ്പിക്കുന്നതോടെ മാസങ്ങളായി ഈ താറാവിൻ കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ പരിപാലിച്ച് അതിനെ വിൽക്കുന്ന സമയത്ത് അതിനെ ഇത്ര കൂട്ടത്തോടെ അതിനെ കൊല്ലേണ്ടി വരുന്ന സാഹചര്യം വലിയ നഷ്ടം ഉണ്ടാക്കുന്നത് കർഷകരെയാണ്. എന്നാണെങ്കിലും ജില്ലാ ഭരണകൂടം ആദ്യഘട്ടത്തിൽ തന്നെ പക്ഷിപ്പനി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റന്നാളായിരിക്കും ഇതിന്റെ കള്ളിങ് അടക്കമുള്ള ഉന്മൂലന നടപടികൾ ആരംഭിക്കുക. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മറ്റന്നാൾ ബൂത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 102 മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലെത്തും. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. CAAയും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. വിവരങ്ങളുമായി അനീഷ് കെ ശിവദാസ് ചെന്നൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ നാഗ്പൂരിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അനീഷ് കെ ശിവദാസിലേക്കാണ്. അനീഷ്, ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും ബൂത്തിലെത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പരസ്യ പ്രചാരണം അവസാനിച്ചപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ്, കാടിളക്കിയുള്ള പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റന്നാൾ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും വിധി എഴുതും. ഇത്തവണ 17 സംസ്ഥാനങ്ങൾക്കും 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒപ്പമാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഒറ്റഘട്ടമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. ചെന്നൈയിൽ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. 68,321 പോളിംഗ് സ്റ്റേഷനുകളാണ് തമിഴ്നാട് ജില്ലയിൽ മൊത്തത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് ചെന്നൈ ജില്ലയിലാണ്, 3726. അങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാ ഒരുക്കങ്ങളും, വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ പോളിംഗ് സാമഗ്രികൾ രാവിലെ മുതൽ തന്നെ വിതരണം ചെയ്യും. ഇത് യഥാക്രമം പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും. മറ്റന്നാൾ വോട്ടെടുപ്പിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ജനവിധി മാത്രമാണ്. ഏതായാലും 1 മാസം നീണ്ട പ്രചാരണത്തിനാണ് തമിഴ്നാട് സാക്ഷിയായത്. BJP വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനത്ത് ഇത്തവണ വാശിയേറിയ
ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും അണ്ണാ DMK സഖ്യവും ഒപ്പം BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇങ്ങനെ ശക്തമായ ത്രികോണ മത്സരമാണ് തമിഴ്നാട് ഇത്തവണ കണ്ടത്. വാശിയേറിയ പോരാട്ടത്തിൽ നിരവധി ദേശീയ നേതാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിലും നേതാക്കൾ വലിയ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. ബസന്ത് നഗറിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ നേതൃത്വം നൽകുന്ന പൊതുയോഗമുണ്ടായിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു BJP സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ പ്രചാരണം. ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ, ഒപ്പം വിനോദ് P. സെൽവം, ഒപ്പം ജയവർദ്ധൻ തുടങ്ങിയ നേതാക്കളെല്ലാം നഗരം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചാരണം നടത്തിയത്. ഏതായാലും 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റന്നാൾ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും വിധിയെഴുതും. അനീഷ് കെ ശിവദാസാണ് ചാനലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ നാഗ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, നാഗ്പൂരിൽ നൽകാനുള്ള വിവരങ്ങൾ. ഉദ്ദേശം 5 മണ്ഡലങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ ആദ്യ ഫേസിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം നാഗ്പൂർ, വിദർഭ മേഖലയിലാണ് ഈ നാഗ്പൂർ വരുന്നത്. നാഗ്പൂരിൽ ശ്രദ്ധേയമാവുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മുഖം തന്നെയാണ്. നിതിൻ ഗഡ്കരിയെ പോലെ കോൺഗ്രസ്, BJP അവരുടെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളെ രംഗത്ത് ഇറക്കുന്നു. കഴിഞ്ഞ 2 തവണയും 2 ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ച അദ്ദേഹത്തിന് 3ാമത്തെ ടേമിൽ ഈ ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി കഴിയുമോ, അല്ല കോൺഗ്രസ് ഒരു അട്ടിമറി നാഗ്പൂരിൽ നടത്തുമോ എന്നതാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 2 തവണയും കണ്ടതുപോലെ ആയിരുന്നില്ല. ഇത്തവണ നിതിൻ ഗഡ്കരി കാര്യമായി തന്നെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ആത്മവിശ്വാസം അധികം ഉണ്ടായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇത്തവണ ഏതായാലും പോരാട്ടത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കി അദ്ദേഹം വലിയ പ്രചാരണം നടത്തുന്നു. പക്ഷേ അവസാന ദിനമായ ഇന്ന് പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ദിനത്തിൽ വലിയ റാലികളോ മറ്റും ഒന്നും തന്നെ ഇരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. രാമനവമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഘോഷയാത്രയും മറ്റും നടക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികളുടെ കലാശക്കൊട്ട് പോലെയുള്ള പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളിലായിരുന്നു ഇരു നേതാക്കളും ഇന്ന് വൈകിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഗഡ്ചിരോളി അടക്കമുള്ള മറ്റ് ഇടങ്ങളിലേക്ക് വന്നാൽ ഗഡ്ചിരോളിയിൽ തെരഞ്ഞെടുപ്പ് വലിയ സുരക്ഷയിലാണ് നടക്കുന്നത്. ഗഡ്ചിരോളി പോലെ ഒരു മണ്ഡലം കൂടി ഉള്ളത് കൊണ്ടാണ് വെറും 5 മണ്ഡലങ്ങളിൽ മാത്രം ആദ്യഘട്ടത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാവോയിസ്റ്റ് ബാധിത മേഖലയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രപൂരിൽ നിന്ന് മാത്രമായിരുന്നു ഒരേ ഒരു MP അവർക്ക് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ മണ്ഡലം നിലനിർത്തുക എന്നത് കോൺഗ്രസിന് നിർണായകമാണ്. ആ MP നേരത്തെ ജയിച്ചു വന്നയാൾ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇരു പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ബലാബലം ഒരു പോരാട്ടം നടക്കും എന്നതാണ് പ്രചാരണ ഘട്ടത്തെ വിലയിരുത്തുമ്പോൾ പറയാൻ കഴിയുക. ശ്രീനാഥ് ചന്ദ്രനാണ് നാഗ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. അശ്ലീല പ്രചാരണം നടത്തുന്നത് UDF ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. ആക്രമണമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. KK ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല, ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല, UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. സൈബർ അതിക്രമത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറുപടിയുമായി വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ. വ്യക്തിഹത്യ ആരോപണം ഇരുട്ടിത്തപ്പി പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കണം. വ്യക്തിഹത്യ നടത്തുന്നത് നുണബോംബാണെന്ന ആരോപണത്തിന് മറുപടി അർഹിക്കുന്നില്ലെന്നും KK ശൈലജ വ്യക്തമാക്കി. ഞാനിങ്ങനെ പരത്തി എന്തെങ്കിലും ആകെ എന്നെ ദ്രോഹിക്കുന്നു എന്ന് ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല. ഞാൻ ഇവരെല്ലാം ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടേ ഞാൻ എപ്പോഴും സംസാരിക്കാറും പറയാറുള്ളൂ. പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഒക്കെ അവർ എപ്പോഴെങ്കിലും പറയട്ടെ, അവരെല്ലാം അധിക്ഷേപിച്ച് അങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ ശരിയായ രീതി. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ പോകുന്നില്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ എല്ലാവരും, എല്ലാ പാർട്ടിയിലുള്ളവർ മനസ്സിലായി. എനിക്ക് ചെറിയ പ്രയാസം, ചെറുതല്ല, നല്ല പ്രയാസം തോന്നി. മിഥില ബാലനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. മിഥില, ഈ വടകരയിലെ പോര് അതിങ്ങനെ തുടരുകയാണല്ലോ മിഥില. തീർച്ചയായും ഉന്മേഷ്, വടകരയിലെ പോര് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ന് ആദ്യം നടന്നത്
വടകരയിൽ UDFിൻ്റെ അതായത് KK രമയുടെയും ഉമ തോമസിൻ്റെയും വാർത്താ സമ്മേളനമായിരുന്നു. ഇവർ രണ്ടുപേരും KK ശൈലജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം തന്നെ ഈ ഒരു ഇതിൽ വ്യക്തിഹത്യയിൽ UDFിന് പങ്കില്ല എന്ന് പറഞ്ഞു. പോലീസാണ് നടപടിയെടുക്കേണ്ടത്. സ്ത്രീകൾക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ വ്യക്തിഹത്യ നടക്കുന്ന സമയത്ത് പോലീസ് നടപടിയെടുക്കാത്തത് കൊണ്ടാണ്, കൃത്യമായി നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇവർ നടത്തിയത്. അതേസമയം തന്നെ ഇതിന് പിന്നിൽ ഇത്തരം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ആ ആസൂത്രണം ഉണ്ടായത് CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന ഒരു വിമർശനവും KK രമ ഉന്നയിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെ MV ഗോവിന്ദനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അശ്ലീല പ്രചാരണം നടത്തുകയാണ്, അത് നടത്തുന്നത് UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ആണ് എന്ന വിമർശനമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് VD സതീശന്റെ ഭാഗത്തുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. VD സതീശൻ നുണ ബോംബ് പ്രചരിപ്പിക്കുന്നു എന്ന ഒരു വിമർശനം ഉന്നയിച്ചു. അതിനാണ് ഏറ്റവും ഒടുവിൽ KK ശൈലജ മറുപടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് മറുപടി താൻ പറയുന്നില്ല, ജനങ്ങൾ പറഞ്ഞോളും, തന്നെ ജനങ്ങൾക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ താൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ VD സതീശൻ പറയുന്നത് പോലെ നുണപ്രചരണമല്ല, ഇരുട്ടിൽ തപ്പിയല്ല താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന ഒരു മറുപടിയായിരുന്നു KK ശൈലജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം അവർ പറയുകയുണ്ടായി. VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് KK ശൈലജ മറുപടി പറയുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന് മർദ്ദനം. ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. വാഹനം കടന്നു പോകുന്നതിന് ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു സംഭവം. ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വാഹനം കടന്നു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അത് സംഘർഷത്തിൽ കലാശിച്ചു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനായി ഈ ഡെലിവറി ബോയ് ഈ ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു. ഈ ഹോട്ടലിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാർ, 1-2 ആളുകളല്ല, ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ്. അതായത് ഇയാൾ ഈ ഭക്ഷണം വിതരണം ചെയ്യാനായി ഇവിടേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനായി ഇയാൾ ഈ സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കുന്നു. അത് പറ്റില്ല എന്നുള്ളൊരു തരത്തിലുള്ള മറുപടിയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ്. ഈ ഹോട്ടൽ അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാളാണ് ആദ്യം ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞതും മർദ്ദിച്ചതും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ ഭക്ഷണ വിതരണ ജീവനക്കാരനെ ആദ്യം മർദ്ദിക്കുന്നത് എന്നുള്ളതാണ്. ഉന്മേഷ്, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തിയെ ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു. 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹാജരാകാതിരുന്നത്. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ. വിശദാംശങ്ങളുമായി വിനീത VG. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഉന്മേഷ്, ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ED സംഘം തോട്ടക്കാട്ടുകരയിലുള്ള കർത്തയുടെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്നാണ് ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ചില ഡോക്യുമെന്റ്സുകളും EDയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 2 തവണ ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എത്താൻ കഴിയില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇന്ന് ഉച്ചയോടുകൂടി ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് എത്തി ചോദ്യം ചെയ്തത്. ചില ഡോക്യുമെന്റ്സുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ വിശദമായി തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL ഉദ്യോഗസ്ഥരെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നീക്കങ്ങൾ. വിനീത VG, കൊച്ചിയിൽ നിന്ന്. വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ നടപടി. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K നീതുവിനെ സസ്പെൻഡ് ചെയ്തു. ജാഗ്രത കുറവുണ്ടായെന്ന വിജിലൻസ് റിപ്പോർട്ടിന്മേലാണ് നടപടി. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. ദീപക്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഡോക്ടർ ഉന്മേഷ്, ഇതൊരു വലിയ ഗുരുതരമായ ഒരു വനം കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം സർക്കാരിന് വനം വിജിലൻസ് മേധാവി റിപ്പോർട്ട് നൽകിയത്, അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുടെ തുടക്കമാണ് റേഞ്ച് ഓഫീസറുടെ സസ്പെൻഷൻ എന്നാണ് മനസ്സിലാക്കിയത്. അതായത് ഒരു 20 മരം ജീവന് ഭീഷണിയാകുന്ന മരങ്ങൾ മുറിക്കാൻ വേണ്ടി പെർമിറ്റ് നൽകി, അതിൽ 126 മരങ്ങൾ മുറിച്ച് കടത്തി. അതിന് കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടി റേഞ്ച് ഓഫീസർ തയ്യാറായില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് കെ നീതുവിനെതിരെ ഇത്തരത്തിലുള്ളൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. തുടർന്നും നടപടികൾ ഉണ്ടാകും. 18 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. ഉന്മേഷ്, ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചോസേബ് ചിറ്റിലപ്പള്ളിയും ധാരണാപത്രം കൈമാറി. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവും പകർന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന് അല്പസമയത്തിനകം തുടക്കമാകും. വെടിക്കെട്ടിന്റെ ഭാഗമായി സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ റൗണ്ടിൽ പ്രവേശിക്കാതെ മറ്റ് വഴികളിലൂടെ തിരിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി സൂരജ് സജിയും അശ്വിൻ പാലാഴിയുമുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, സാമ്പിൾ വെടിക്കെട്ട് കാത്തിരിക്കുകയാണല്ലോ എല്ലാവരും, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, എന്തായാലും അല്പസമയത്തിനകം ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരിതെളിയും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എനിക്ക് പിന്നിലെല്ലാം കാണാം നൂറുകണക്കിന് ആളുകളാണ് ഈ കെട്ടിടത്തിൽ തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിലും സമീപ കെട്ടിടങ്ങളിലും എല്ലാമായി കാത്തു നിൽക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് മുൻപ് തന്നെ എത്തിയ ആളുകളാണ്. അവരെല്ലാവരും ഈ അക്ഷമരായി ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃശൂർ സ്വരാജ് റൗണ്ടിലെ വിവിധ കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ ഈ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് കാണാനായി മാത്രം കാത്തു നിൽക്കുന്ന പൂരപ്രേമികൾ നിരവധിയാണ്. എന്തായാലും ഇക്കുറി ഈ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിലടക്കം ഒട്ടേറെ പുതുമകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ സംഘാടകർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. കുടമാറ്റം ആനപ്പുറത്തെങ്കിൽ ഇക്കുറി മാനത്ത് കുടമാറ്റം നടത്തും എന്നുള്ളതാണ് തിരുവമ്പാടി അറിയിച്ചിരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്താണ് ഞാനുള്ളത്. എന്തായാലും അവർ പറയുന്നത് കുടമാറ്റം ആനപ്പുറത്ത് മാത്രമാകില്ല, ഇക്കുറി മാനത്തും ഉണ്ടാകും എന്നായിരുന്നു ഇവർ പ്രഖ്യാപിച്ചത്. അതുപോലെയുള്ള ഒത്തിരി സസ്പെൻസുകൾ എന്തായാലും കാത്തുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സൂരജ്, അത് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് നമ്മുടെ അശ്വിൻ പാലാഴി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അശ്വിൻ, സാമ്പിൾ വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണല്ലോ, എന്തൊക്കെയാണ് അശ്വിൻ നിൽക്കുന്ന ഇടത്തുനിന്നുള്ള വിവരങ്ങൾ? അശ്വിൻ.
ഉന്മേഷ്, നമ്മൾ നിൽക്കുന്നത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിക്കുന്ന സ്ഥലത്തിന് അടുത്തായാണ്. ഇവിടെ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫ്ളാറ്റുകൾക്ക് മുകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലുമെല്ലാം ഇതിനോടകം തന്നെ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെസോയും പോലീസുമൊക്കെ അനുമതി നൽകിയ സ്ഥലത്ത് മാത്രമാണ് സന്ദർശകർ ഇത് കാണാൻ എത്തുന്ന ആളുകൾക്ക് അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ 5 മണിയോടുകൂടി തന്നെ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. കനത്ത സുരക്ഷയിൽ തന്നെയാണ് തേക്കിൻകാട് മൈതാനവും സമീപ പ്രദേശങ്ങളും ഉള്ളത്. 7:30 മുന്നേ തന്നെ ഈ വെടിക്കെട്ടിന് തുടക്കം കുറിക്കും. ആദ്യം തിരുവമ്പാടിയാകും തിരികൊളുത്തുക, അതിനുശേഷം പാറമേക്കാവ് ഉണ്ടാകും, കുട്ടപ്പൊരിച്ചിലും ഉണ്ടാകും. എന്തായാലും നേരത്തെ സൂരജ് സൂചിപ്പിച്ചതുപോലെ വലിയ സസ്പെൻസുകളാണ് ഇരു വിഭാഗവും ഒരുക്കിയിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്ന ഇലക്ഷൻ സ്റ്റണ്ടാണ്. എസ് വിജയകുമാറും പ്രജിൻ സി കണ്ണനും എത്തും. നമസ്കാരം.